ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം നാമം 56. ഓം ശാശ്വതായ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം 56. ശാശ്വതഃ. എല്ലാ കാലത്തും ഉള്ളവനാണ് ശാശ്വതൻ. ഭഗവാൻ ഭൂതകാലത്തും വർത്തമാനകാലത്തും ഭാവി കാലത്തുമുണ്ട്. പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെല്ലാം മാറ്റത്തിന് വിധേയമാണ്. മനുഷ്യൻ തന്നെ ശൈശവപ്രായം കഴിഞ്ഞ് കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ അവസ്ഥകളിലൂടെ മാറ്റത്തിന് വിധേയനാകുന്നു. എന്നാൽ ഭഗവാൻ മാറ്റങ്ങൾക്കൊക്കെ അതീതനാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണം എന്നാണ് കഠോപനിഷത്തിൽ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജനനമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാണ് പരമാത്മാവായ മഹാവിഷ്ണു. കാലത്തെ പ്രകാശിപ്പിക്കുന്നവനായ ഭഗവാൻ കാലാതീതനാണ്. ഭഗവാൻ കാലബന്ധിതനല്ല. എല്ലാ ജനനങ്ങൾക്കും മരണങ്ങൾക്കും സാക്ഷിയായി നിലകൊള്ളുന്ന ഭഗവാൻ ജനനവും മരണവുമില്ലാത്ത ശാശ്വതൻ തന്നെയാണ്. പതിം വിശ്വസ്യാത്മേശ്വരം ശാശ്വതം ശിവമച്യുതം നാരായണം മഹാജ്ഞേയം വിശ്വാത്മാനം പരായണം. വിശ്വത്തിൻ്റെ പതിയായ നാരായണൻ ആത്മാവിൻ്റെയും ഈശ്വരനാണ്. ശാശ്വതനും മംഗളകാരിയും നാശമില്ലാത്തവനുമാണ്. അറിയപ്പെടേണ്ടവരിൽ ശ്രേഷ്ഠനും വിശ്വം ആത്മാവായവനും ആശ്രയവുമാണ് നാരായണൻ എന്ന് മഹാനാരായണോപനിഷത്തിൽ പ്രതിപാദിക്കുന്നു. ഇങ്ങനെ എല്ലാ കാലത്തും മാറ്റമില്ലാതെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഭഗവാനെ ശാശ്വതൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. ഹരേ കൃഷ്ണ.